എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് +1 ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആദ്യമായി ഒരു ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് അറിയുന്നതിന് വേണ്ടി സ്കൂൾ കോഡും സബ്ജക്റ്റ് കോമ്പിനേഷനും ഒക്കെ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കും. ഇവിടെ കാണുന്ന പ്രോസ്പെക്ടസിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിങ്ങൾക്ക് ഏത് ജില്ലയാണോ ആവശ്യമുള്ളത് ആ ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം അപ്പൻഡിക്സ് 7 അനുബന്ധം 7ൽ പ്രസ് ചെയ്താൽ ആ ജില്ലയിലുള്ള സ്കൂളുകളുടെ പേരും കോഡും സബ്ജക്റ്റ് കോമ്പിനേഷനും സെക്കൻഡ് ലാംഗ്വേജും അടക്കമുള്ള വിശദാംശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി നോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അവർ ചെയ്യേണ്ടുന്നത് ഹോം പേജിൽ കാൻഡിഡേറ്റ് ലോഗിന് താഴെയായി ഗെറ്റ് യൂസർ നെയിം ആപ്ലിക്കേഷൻ നമ്പർ എന്ന ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷിച്ചത് ആ ജില്ല അവിടെ നിന്നും തിരഞ്ഞെടുത്ത ശേഷം രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. SSLC സ്കീം രജിസ്റ്റർ നമ്പർ, അതേപോലെ തന്നെ മന്ത്, ഇയർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ റിട്രീവ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത സംശയം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കിവിടെ ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് കാണാം. അവിടെ അവാർഡഡ് നേർക്ക് യെസ് ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള NCC, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവ നമുക്ക് ആ ബോക്സുകൾ, അതിന് നേർക്കുള്ള ബോക്സുകൾ ടിക്ക് മാർക്ക് വരുത്തുവാൻ സാധിക്കില്ല. അതിന് കാരണം ലിറ്റിൽ കൈറ്റ്സ്, NCC, സ്റ്റുഡൻറ്റ് പോലീസ് തുടങ്ങിയവയ്ക്കുള്ള ഗ്രേസ് മാർക്ക് ഓൾറെഡി അവാർഡ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് ടിക്ക് മാർക്ക് കൊടുക്കാൻ സാധിക്കാത്തത്. ഇതിപ്പോൾ CBSEയുടെ അപേക്ഷയായതുകൊണ്ടാണ് അവിടെ yes or no നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് സ്റ്റേറ്റ് ബേസ്ഡ് സിലബസിനൊക്കെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് കൊടുത്തതിന് ശേഷം അവിടെ പിന്നെ അത് എനേബിൾ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെയുള്ള 3 ഓപ്ഷൻസും എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേസ് മാർക്ക് ഓൾറെഡി നിങ്ങളുടെ അപേക്ഷയിൽ ഇൻക്ലൂഡഡ് ആണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്ലൂഡായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേസ് മാർക്ക് ഓട്ടോമാറ്റിക് എനേബിളായി വന്നിട്ടില്ല, യെസ് എനേബിളായി വന്നിട്ടില്ലെങ്കിൽ അവിടെ നോ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള 3 ഓപ്ഷൻസിൽ ഏതാണോ നിങ്ങൾക്കുള്ളത് അതിന് നേർക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് അപേക്ഷയുടെ അവസാന ഭാഗത്ത് വെരിഫൈ ചെയ്ത് കൊടുക്കണം. മാത്രവുമല്ല ഈ വലത് സൈഡിൽ താഴേക്കുള്ള എല്ലാ ഓപ്ഷൻസിനും ഓപ്ഷൻസുകളിൽ ഏതൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയുടെ അവസാനം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും ഇഷ്യൂ ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റിയും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവയുടെയൊന്നും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല. അതേസമയം അഡ്മിഷൻ ടൈമിൽ ഈ വലത് സൈഡിൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളവയുടെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് കാണിക്കേണ്ടി. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയുടെയൊക്കെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.